ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് തന്നെയാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. വിൽ, അതുപോലെ തന്നെ ഗോയിങ് ടു. ഒന്നെങ്കിൽ വില്ല് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഗോയിങ് ടു യൂസ് ചെയ്യും. ഇത് രണ്ടും ഒരേ സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടിൻ്റെയും വ്യത്യാസം എന്താണ്? ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ വില്ല് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗോയിങ് ടു യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് രണ്ടും ഒരേ സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരേ രീതിയിൽ നമുക്ക് മാറ്റി മറിച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നില്ലേ? എന്നാൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വിൽ, അതുപോലെ തന്നെ ഗോയിങ് ടു. ഐ വിൽ കം ടുമോറോ, ഞാൻ നാളെ വരും. ഐ വിൽ ഗോ ടുഡേ, ഞാൻ ഇന്ന് പോകും. ഐ വിൽ കോൾ ഹർ, ഞാൻ അവളെ വിളിക്കും. ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ പറയുന്നത്. എന്നാൽ ഈ പറഞ്ഞ അതേ വാചകങ്ങൾ ഞാൻ ഗോയിങ് ടു വെച്ചിട്ട് പറയാൻ പോവാണ്. ഐ ആം ഗോയിങ് ടു കോൾ ഹർ, ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി പോവാണ്. ഐ ആം ഗോയിങ് ടു ഗോ ദേർ, ഞാൻ അവിടെ പോവാൻ പോവാണ്. ഐ ആം ഗോയിങ് ടു കം ദേർ ടുമോറോ, ഞാൻ അങ്ങോട്ട് നാളെ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, വരാൻ പോവാണ്. ഇങ്ങനെ പറയാണ്. വരും തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് വ്യത്യാസം? എവിടെയാണ് ഇത് രണ്ടും യൂസ് ചെയ്യേണ്ടത്? ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞ ഐ വിൽ കം, ഞാൻ വരും എന്ന് പറഞ്ഞാൽ അത് പ്ലാൻഡ് അല്ല എന്ന് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്. നിന്നെ ആ വൈക്കൊന്നും കാണാറില്ലല്ലോ, ഞങ്ങളെയൊക്കെ മറന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ പറയാണ്, ഐ വിൽ കം ദേർ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ വരികയാണ്. അടുത്ത ആഴ്ച ഞാൻ വരും, അടുത്ത ആഴ്ച ഞാൻ എന്തായാലും വരും. ഐ വിൽ കം ബൈ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ചക്കുള്ളിൽ ഞാൻ വരുന്നതാണെങ്കിൽ ബൈ നെക്സ്റ്റ് വീക്ക് എന്നും കൂടി യൂസ് ചെയ്യാൻ പറ്റും. ഐ വിൽ കം ബൈ നെക്സ്റ്റ് വീക്ക്, അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അല്ല, ഞാൻ അടുത്ത ആഴ്ചക്കുള്ളിൽ ഞാൻ അങ്ങോട്ട് വരും. ഓക്കെ, ഇപ്പോൾ പറയാണ്, നിന്നെ അനു വിളിച്ചിരുന്നു, നിന്നോടൊന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഐ വിൽ കോൾ ഹർ, ഐ വിൽ കോൾ ഹർ, ഞാൻ അവളെ വിളിക്കും, വിളിക്കാം കേട്ടോ, ഞാൻ അവളെ വിളിക്കാം എന്ന് പറയാണ്. ഇതൊന്നും പ്ലാൻഡ് അല്ല. പെട്ടെന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ, ഒരു കാര്യം കേട്ടപ്പോൾ അതിന് റിയാക്ട് ചെയ്തതാണ്, എന്നാൽ ഞാനത് ചെയ്യാം, പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. ഇങ്ങനെ പെട്ടെന്നൊരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ അപ്പോൾ തീരുമാനിച്ചിട്ട് പെട്ടെന്നൊരു സഡൻ ഡിസിഷൻ പോലെ നമ്മളൊരു കാര്യം ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? വിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് വിഭിന്നമായിട്ട് ഗോയിങ് ടു നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കാര്യം നമ്മൾ ചെയ്യുമെന്ന് പറയുന്നിടത്താണ് ഗോയിങ് ടു എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ഈ സെയിം കാര്യം നമ്മളോട് പറഞ്ഞു, അനു നിന്നെ വിളിച്ചിരുന്നു, നിന്നോടൊന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ അനുവിനെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. പക്ഷെ എന്തോ തിരക്ക് കാരണം പറ്റിയിട്ടില്ല. പെട്ടെന്നാണ് അവൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമ്മൾ വില്ല് മാറ്റിയിട്ട് ഗോയിങ് ടു പറയാൻ പോണ്. യെസ്, ഐ നോ, ഐ ആം ഗോയിങ് ടു കോൾ ഹർ, ഐ ആം ഗോയിങ് ടു കോൾ ഹർ. അതെ, എനിക്കറിയാം, ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി പോവാണ്. ഞാനത് നേരത്തെ വിചാരിച്ചതാണ്, എനിക്ക് ഒഴിവ് കിട്ടാത്തതുകൊണ്ടാണ്. യെസ് ഐ നോ, എനിക്കറിയാം. ഐ ആം ഗോയിങ് ടു കോൾ ഹർ, ഞാൻ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഐ വിൽ കോൾ അനു, ഞാൻ അനുവിനെ വിളിക്കും എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാവുന്നതും, ഐ ആം ഗോയിങ് ടു കോൾ അനു, ഞാൻ അനുവിനെ വിളിക്കാൻ വേണ്ടി പോവാന്നുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് ഇവ നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ് പെട്ടെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്താണ് ആരൊക്കെയാണ് വിളിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു കസിൻ അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ചോദിക്കുകയാണ്, നമുക്ക് അവരൊക്കെ വിളിക്കണ്ടേ? അപ്പൊ നമ്മൾ വിളിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, പെട്ടെന്ന് അവന് മറുപടി കൊടുക്കുകയാണ്, വി വിൽ ഇൻവൈറ്റ് ഓൾ ഓഫ് ദം, നമ്മൾ അവരെയൊക്കെ വിളിക്കും. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടില്ല അവരൊന്നും വിളിക്കാൻ, പക്ഷെ പെട്ടെന്ന് ഇവർ ചോദിച്ചപ്പോൾ എങ്ങനെയാ വിളിക്കില്ല എന്ന് പറയാ? വി വിൽ ഇൻവൈറ്റ് ഓൾ ഓഫ് ദം, അവരെയൊക്കെ നമ്മൾ വിളിക്കും. വി വിൽ ഇൻവൈറ്റ് എവരി വൺ, നമ്മൾ എല്ലാവരെയും വിളിക്കും. ഒന്നും നീ ബേജാറാവണ്ട, പ്രശ്നമാക്കൊന്നും വേണ്ട. വി വിൽ ഇൻവൈറ്റ് എവരി വൺ, നമ്മളെല്ലാവരെയും വിളിക്കും. വി വിൽ ഇൻവൈറ്റ് ഓൾ ഓഫ് ദം, അവരെ എല്ലാവരെയും നമ്മൾ വിളിച്ചിരിക്കുന്നു പറയാണ്. എന്നാൽ ഇതേ ചോദ്യം വരുന്നത് നമ്മൾ ഓൾറെഡി അവരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് അവരെയൊക്കെ വിളിക്കണം കേട്ടോ, പ്രോഗ്രാമിന് അല്ലെങ്കിൽ പരിപാടിക്ക് നമുക്ക് അവരെയൊക്കെ വിളിക്കണം എന്ന് പറയാണ്. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പറയുന്ന രീതി ഇങ്ങനെയാണ്, യെസ് ഐ നോ, വി ആർ ഗോയിങ് ടു കോൾ ഓൾ ഓഫ് ദം. യെസ് ഐ നോ, എനിക്കറിയാം, വി ആർ ഗോയിങ് ടു കോൾ ഓൾ ഓഫ് ദം, നമ്മൾ അവരെല്ലാം വിളിക്കാൻ വേണ്ടി പോവാണ്. നീ പറഞ്ഞിട്ടൊന്നും വേണ്ട, ഞാൻ ഓൾറെഡി അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ അവരെല്ലാം വിളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഡോണ്ട് വറി, വി ആർ ഗോയിങ് ടു കോൾ ഓൾ ഓഫ് ദം, എല്ലാവരെയും വിളിക്കാൻ വേണ്ടി പോവാണ്. അതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് അനു ആക്സിഡന്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പൊ നമ്മളത് അറിഞ്ഞിട്ടില്ല. അപ്പൊ മറ്റൊരാൾ വന്നിട്ട് നമ്മളോട് പറയാണ്, അനു ഹോസ്പിറ്റലിലാണെന്ന് പറയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ പറയാണ്, റിയലി
ഐ വിൽ വിസിറ്റ് ഹർ, എന്നാൽ ഞാൻ അവളെ ഒന്ന് വിസിറ്റ് ചെയ്യും, ഹോസ്പിറ്റലിൽ ഞാനൊന്ന് സന്ദർശിക്കുന്നുണ്ട്. ഐ വിൽ വിസിറ്റ് ഹർ, റിയലി, ശരിയാണോ, പറയുന്നത് കാര്യമാണോ? ഐ വിൽ വിസിറ്റ് ഹർ ടുഡേ, എന്നാൽ ഇന്ന് തന്നെ ഞാൻ അവളെ സന്ദർശിക്കും എന്ന് പറയാണ്. എന്നാൽ നമ്മൾ അനുവിന് ആക്സിഡന്റ് പറ്റിയത് നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അനുവിന് ആക്സിഡന്റ് പറ്റിയെന്ന് മറ്റൊരു സുഹൃത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് യെസ് ഐ നോ, എനിക്കറിയാം, ഐ ആം ഗോയിങ് ടു വിസിറ്റ് ഹർ, ഞാൻ അവളെ സന്ദർശിക്കാൻ വേണ്ടി പോവാണ്. അതായത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നല്ല, സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെന്നാണ്. ഐ ആം ഗോയിങ് ടു വിസിറ്റ് ഹർ ടുഡേ, ഞാൻ അവളെ ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വിൽ അതുപോലെ തന്നെ ഗോയിങ് ടു, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടും ഒരേ അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും രണ്ടും യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.